ഹലോ. ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇന്നലെ മരണപ്പെട്ടു പോയ ദീപക്കിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും ഷിംജിതയ്ക്ക് അനുകൂലമായി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കൊണ്ടും ഇന്നലെ ഫേസ്ബുക്കിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പോൾ ആ ഒരു സ്ത്രീ, അതായത് ഈ ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ത്രീനെ കുറിച്ച് ഞാൻ അറിയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. എത്ര വർഷം എന്നെനിക്ക് നല്ല ഓർമ്മയില്ല. പക്ഷെ അന്ന് ഈ പെൺകുട്ടിയായിരുന്നു, ഈ കൊച്ചൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഒരു വിഷയം എൻ്റെ നാട്ടിൽ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ശംഖുമുഖം എന്ന് പറയുന്ന നാട്ടിൽ, അവിടെ രാത്രിയിൽ ഈ ശംഖുമുഖം എന്ന് പറയുന്ന സ്ഥലം അന്ന് ഇങ്ങനെ കൈവരിയൊന്നും കെട്ടിയിട്ടില്ല, കടലിൻ്റെ അവിടെ കൈവരിയൊന്നും കെട്ടിയിട്ടില്ല. കടലിലോട്ട് ഇറങ്ങാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സീരിയൽ ഷൂട്ടിങ്ങുകളും സിനിമ ഷൂട്ടിങ്ങുകളും ഞങ്ങളുടെ ശംഖുമുഖത്ത് നടക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഡൊമസ്റ്റിക് എയർപോർട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ഈ എയർപോർട്ടിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന ആളുകളും ഒക്കെ തിങ്ങി നിറഞ്ഞ് എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ശംഖുമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ശംഖുമുഖത്ത് ഒരു മണ്ഡപമുണ്ട്. ഈ മണ്ഡപത്തിൻ്റെ അകത്ത് 2 ആൺകുട്ടികളെയും ഈ ഒരു പെൺകുട്ടിയെയും വശപശകോടുകൂടി നാട്ടുകാർ പൊക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇനി എത്ര സദാചാര ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് പന്തികേട് എന്ന് തോന്നുന്ന കാര്യം അവർ ചോദിക്കും. അപ്പോൾ അവിടെ എപ്പോഴും തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ശംഖുമുഖത്ത് ശരിക്കും തട്ടുകടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ മണ്ഡപത്തിൻ്റെ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് എപ്പോഴും അവിടെ ആൾക്കാർ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും അവിടെ ആളുണ്ടാവും. അവിടെ പിന്നെ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് മണ്ഡപത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഈ 2 ആൺകുട്ടികളും ഈ പെൺകുട്ടിയെയും വശപശകോടുകൂടി കണ്ടപ്പോൾ അവിടുത്തെ ആളുകൾ ചോദ്യം ചെയ്തു, എത്ര മണിക്കാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? രാത്രി 12 മണിക്ക് ശേഷം. അപ്പോൾ ഒന്നാമത് ഇവർ കുട്ടികളായിരുന്നു. ഈ പെൺകുട്ടി ഉള്ളതിൽ ഈ പെൺകുട്ടിയാണ് ഇത്തിരി ഏജ് ഉള്ളത്, മറ്റു 2 പയ്യന്മാരായിരുന്നു. അപ്പോൾ അവിടെ വന്ന കുറച്ച് ചേട്ടന്മാർ, മോളെ എന്താണ് ഇവിടെ, എന്തിനാണ് ഈ സൈഡിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് സ്ഥലം കാലിയാക്ക്, ഇവിടെ ഇങ്ങനെയൊന്നും വന്ന് നിൽക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇവരെ ഓട്ടിച്ചു. വെറുതെ ഓട്ടിച്ചെന്നൊന്നും പറയാൻ പറ്റൂല, ഓട്ടിച്ചു എന്ന് തന്നെ പറയാം. ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങപ്പോ. അപ്പോൾ ഇവള് വലിയ പീസ് കാണിച്ച്, അതായത് ഞങ്ങൾ ഭയങ്കര പൗരന്മാരാണ്, ഞങ്ങൾക്ക് ഏത് നേരവും എവിടെ വേണമെങ്കിലും ചെന്നിരിക്കാം, നിൽക്കാം, കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ ചേട്ടന്മാർക്ക് ഭയങ്കര ദേഷ്യം തോന്നി. ചേട്ടന്മാർ പറഞ്ഞ് അവിടെ നിൽക്കാനൊന്നും പറ്റൂല, നിങ്ങൾ എസ്കേപ്പ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശംഖുമുഖം പോലീസ് സ്റ്റേഷനുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ഈ ശ്രീലക്ഷ്മി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറി. ഞങ്ങളുടെ നാട്ടിലെ പോലീസുകാർക്കും കുറച്ച് ബുദ്ധിയുള്ളതുകൊണ്ട് പോലീസുകാർ പറഞ്ഞ്, മോള് സ്ഥലം കാലിയാക്ക്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം, അത് കണ്ടാൽ അറിയുന്ന കുറച്ച് ആൾക്കാരുടെ പേര് നിങ്ങൾ കേസ് എടുക്കണമെന്ന് പറയും. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇത് എന്തോ കേസ് കെട്ടാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പോലീസുകാർ ഇവരെ പറഞ്ഞു വിട്ട് കേസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ നിന്നില്ല. ഇവൾ പോയ ഉടനെ ചെന്നൊരു ലൈവ് ഇട്ട്. ഈ ലൈവാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൊച്ചിൻ്റേത് എന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ ഞാൻ കാണുന്നത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ എൻ്റെ നാടിനെ കുറിച്ച് പരാമർശിച്ചത് കൊണ്ട് തന്നെ ഞാൻ വേഗം ചെന്ന് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു, എന്തിനാണ് സംഭവം എന്തോന്ന്. മണ്ഡപം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കത്തി. കാരണം ആ മണ്ഡപത്തിൻ്റെ ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും ആൾക്കാരൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമല്ല. അവിടെ എനിക്കൊന്നൊന്ന് 2 കട എങ്ങാണ്ടേ ഉള്ളൂ ആ ഒരു മണ്ഡപത്തിൻ്റെ അടുത്തായിട്ട്.
അപ്പോൾ അതിൽ ആ കട ഇരിക്കുന്ന ഈ തട്ടുകട ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ നിൽക്കുന്നത് കണ്ടിട്ടാണ് ആളുകൾക്ക് സംശയം തോന്നിയപ്പോൾ അവർ ചോദിച്ചതും അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടത്. അവിടെ നിൽക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്, ശംഖുമുഖത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞത് ഞങ്ങൾ ടൂറിന് വന്നതാണ്, ഞങ്ങളെ ഇങ്ങനെ ആട്ടി ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്തായാലും അതിനുശേഷം പുള്ളിക്കാരിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്നെ ദഹിക്കാത്ത കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇത് പറയാനുള്ള റീസൺ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി തന്നെ ഒരുപാട് സ്ഥലത്ത് പുള്ളിക്കാരിയുടെ അമ്മയെ അപമാനിച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കണം, നല്ല ശിക്ഷണത്തിൽ വളരണം, നമ്മളൊരു സമൂഹത്തിൽ ഉതകുന്ന ഒരു പൗരനായിട്ട് നമ്മൾ ജനിക്കണം, ജീവിക്കണം, വളരണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല പൗരനാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതെനിക്ക് തോന്നുന്നു ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ, ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചിൻ്റെ കാര്യത്തിൽ ചീറ്റിപ്പോയ ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ആരും ചെയ്യാത്ത കാര്യമൊന്നുമില്ല സ്വയംഭോഗം എന്ന് പറയുന്നത്. ഈ സ്വയംഭോഗം പോലും എന്തോ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ അതിനു വേണ്ടി ക്ലാസ് എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൾഗറായിട്ട്, നമുക്ക് നമ്മുടെ വികാരങ്ങളിൽ ഏറ്റവും അമൂല്യമായ ഒരു വികാരമാണ് സെക്സ് എന്ന് പറയുന്നത്. ഇതിനെ കൊണ്ടുവന്ന് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് അറുമാദിച്ച് തീർക്കുന്ന ഈ കൊച്ചിൻ്റെ കാഴ്ചപ്പാടിനെ എന്ത് പേരിട്ട് വിളിച്ചാലും അത് ശരിയാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാരണം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഇടയ്ക്ക് കളങ്കാവ് എന്ന് പറയുന്ന മമ്മൂട്ടിയിൽ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പുള്ളിക്കാരി പറയുന്ന ഒരു വിഷയം, എൻ്റെ തന്തയും ഇങ്ങനെയാണ്. ഒന്നാമത് ഈ തന്തേനെയും തള്ളേനെയും ഒന്നും തന്നെ ഒരു മര്യാദയോടുകൂടി, എനിക്കൊന്ന് തിരുവനന്തപുരത്തായതുകൊണ്ടായിരിക്കാം, ഒരു മര്യാദ ഇല്ലാതെയാണ് സംശയം. എൻ്റെ തന്ത ഇങ്ങനെ തന്നെയാണ്, എൻ്റെ തന്ത ഇങ്ങനെ തന്നെയാണ്, കാണുന്നിടത്തെല്ലാം പോയിട്ട് മക്കളെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടായതാണ് ഞാനും. ഒരു സമൂഹത്തിൽ സ്വന്തം ബർത്തിനെ ഇത്രയേറെ അപമാനിച്ച മറ്റൊരാളും കാണില്ല. അതെന്തോ ഭയങ്കര അഭിമാനം എന്നുള്ള ഒരു രീതിയിലാണ്. അതായത് നെഗറ്റീവുകളെ ഭയങ്കര പ്രൗഡായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു പെൺകുട്ടി. ഈ കുട്ടിയുടെ മെൻ്റൽ തന്നെ ചില സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കും, ഈ കുട്ടി എന്താണ് ഇങ്ങനെ. അത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ആ കൊച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ തന്ത ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ തള്ളയും ഇങ്ങനെയാണ് എന്നാണ് ആ കൊച്ചവിടെ വരുത്തി തീർക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി അതിന് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ദീപക്ക് മനഃപൂർവ്വം ആ കൊച്ചിനെ ഒന്ന് നോണ്ടി എന്നാണ്. എൻ്റെ മോളെ, നീയും ഞാനും ഒക്കെ സ്ത്രീകളാണ്. നമ്മളെ ശരീരത്തിലെ സെക്സ് ഓർഗനാണ് ഈ പറയുന്ന സാധനം. സെക്സ് ഓർഗനാണ്. ഈ ഓർഗൻ കൊണ്ടുവന്ന് ഒരാളിൻ്റെ അടുത്ത് ഇന്നാ പിടിച്ചു ചേട്ടാ, ഇന്നാ ഒഴിച്ചോ ചേട്ടാ എന്ന് പറഞ്ഞും കൊണ്ടുവന്ന് ആരെങ്കിലും വെച്ചു കൊടുക്കുമോ? ഇത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് അയ്യോ അതിൽ ഉരച്ചേ എന്ന് പറയുന്നത് ശരിയാണോ മോളെ? മനഃപൂർവ്വം ഉരച്ച്, ഇനി മനഃപൂർവ്വമാണോ അല്ലേ എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയൂ. അത് കാണുമ്പോൾ ആക്സിഡൻ്റലി ഉരയ്ക്കുന്നത് പോലെയും തോന്നുന്നുണ്ട്. ആദ്യത്തത് ആക്സിഡൻ്റ് ആണെങ്കിൽ രണ്ടാമത്തത് സംഭവം ഫിഷിയാണ്, എന്നാലും ചെയ്തത് തെറ്റാണ്. ഇനിയിപ്പോൾ വേറൊരാൾ കൊണ്ടുവന്ന് ഉരച്ചാലും പൊതു സ്ഥലത്ത് വെച്ചിട്ട് മനഃപൂർവ്വം അങ്ങനെ തട്ടിയത് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. മനഃപൂർവ്വമാണെങ്കിൽ, മനഃപൂർവ്വമല്ല എങ്കിലും ഈ കൊണ്ട് വെച്ച് കൊടുത്ത ആളിനേക്കാൾ മേന്മയൊന്നും ഇല്ല. അത് തട്ടിയ ആൾ, അത് തെറ്റൊന്നുമല്ല, അത് തട്ടിയ ആൾ ചെയ്തത്. എടാ, നമുക്കായാലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്,
നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ അവർക്ക് തൊടാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ തിരിയുകയോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുന്ന ബാഗ് എടുത്ത് നമ്മളിങ്ങനെ വെക്കുകയോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കൈയെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മറയ്ക്കൂടെ. മറയ്ക്കും. നമുക്കിഷ്ടമില്ലാത്തൊരു ഭാഗത്ത് നമുക്കിഷ്ടമില്ലാത്തൊരു സ്പർശനം നമ്മുടെ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ അതിനെ തടയും. അത് സ്വാഭാവികമാണ്. അത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ പെടുന്നതാണ്, സ്ത്രീകളുടെ ആവാസ വ്യവസ്ഥയിൽ പെടുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ സെക്സ് ഓർഗനുകളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തായിരുന്നാലും അനാവശ്യമായി മറ്റൊരു ടച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിരൂക്ഷമായ ആ സ്പർശനം നടത്തിയ ആളിനെ നമ്മൾ ആദ്യം അതിരൂക്ഷമായി നോക്കും. ആ സ്പർശനം നടത്തിയ ഭാഗം നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആക്കും. അല്ലെങ്കിൽ അത് തടയുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് മറയ്ക്കും. അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്തും ചെയ്യും. ഈ ഒരു പെൺകുട്ടിയുടെ മുഖഭാവം ഈ നാട്ടുകാർ മുഴുവൻ കണ്ട ഒരു കാര്യമാണ്. അവിടെ തൻ്റെ ശരീരഭാഗത്ത് അനാവശ്യമായി തൊട്ട ഒരു പുരുഷനോട് തോന്നിയ അമർഷമായിരുന്നില്ല. താൻ എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അത് അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്ത് കിട്ടിയ സംതൃപ്തിയായിരുന്നു ആ പെൺകുട്ടിയുടെ മുഖത്ത് ആ സമയത്തുണ്ടായിരുന്നത്. അത് ഏതൊരു കണ്ണുപൊട്ടനും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും മനസ്സിലാവും. അവിടെ വന്നിട്ടാണ് മോള് കളങ്കാവ് കളിക്കുന്നത്. കൊച്ച് യഥാർത്ഥത്തിൽ ആ കൊച്ച് ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ആ മനുഷ്യനെ കുറിച്ച് പോലും ഇത്തരത്തിൽ സംസാരിക്കണമെങ്കിൽ പൊന്നു മോളെ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിനെ നടി പീഡിപ്പിക്കപ്പെട്ട വിഷയവുമായിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് മോളെന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൊച്ച നീ സ്വബോധത്തോടു കൂടിയല്ലേ ഇരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നടി പീഡിപ്പിക്കപ്പെട്ട വിഷയം എവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു? ഇനി ഇതെല്ലാം പോട്ടെ. ഇന്നലെ ആ പുള്ളിക്കാരൻ്റെ അമ്മയുടെ ഒരു കരച്ചിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്ക് ചങ്ക് പൊട്ടിപ്പോകും കേട്ടോ. അതായത് നമ്മൾ ഒരിക്കലും ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കാത്തൊരു വിഷയമാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ മരണപ്പെടുക എന്നുള്ളത്. എനിക്കിതുപോലൊരു ആളിനെ അറിയാം. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഷെരീഫ ലത്തീഫ്. അവരുടെ ഒരു മകൻ 10 വർഷങ്ങൾക്ക് മുമ്പാണ് ആ മോൻ മരണപ്പെട്ടതെങ്കിലും ഇന്നും ആ മകൻ ഉപയോഗിച്ച സാധനങ്ങൾ, ആ മകൻ്റെ മുറി, ആ മകൻ കളിച്ചു വളർന്ന സ്ഥലങ്ങൾ, ഇവരൊന്നിച്ച് യാത്ര ചെയ്ത സ്ഥലങ്ങൾ, അതുപോലെ ഈ മോൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർ, ഇതൊക്കെയും തന്നെ അവരെ ഭയങ്കരമായി അസ്വസ്ഥതപ്പെടുത്തുന്ന ഒന്നാണ്. മെൻ്റലി അവർ ഭയങ്കര വീക്കാണ് ഈ മകൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. അപ്പം ഞാൻ ഇവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കൂ. ആ ചിന്തകളിൽ പക്ഷെ അവർക്കത് പറ്റുന്നില്ല. അവർ ഭയങ്കര മെൻ്റലി വീക്കായിട്ടാണ് ഈ മോൻ്റെ മരണം. 10 വർഷങ്ങളായി. മറവി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഭയങ്കര ഭാഗ്യമാണ്. പക്ഷെ ഇവർക്ക് അത് മറക്കാൻ പോലും സാധിക്കുന്നില്ല. 10 വർഷമായിട്ടും ആ ആഘാതം അവരെ മനസ്സിനെ വിട്ടുപോയിട്ടില്ല. മോനൊരു ആക്സിഡൻറ്റിലാണ് മരണപ്പെട്ടു പോയത്. ഇതെന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. അത് ആ അമ്മയെ കൊണ്ട് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ആ അമ്മയുടെ ഏങ്ങലടി എന്ന് പറയുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അതുപോലെ കേരളത്തിലെ ഏതൊരമ്മയുടെയും ഹൃദയത്തിലാണ് ആ കണ്ണീര് വന്ന് വീണിരിക്കുന്നത്. അവരുടെ ഏങ്ങലിൻ്റെ ശബ്ദം ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ലടോ. ആ ഏങ്ങലിൻ്റെ ശബ്ദം ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. എന്നിട്ട് ഞാൻ മനസ്സിൽ കരുതിയത് അവർ കരയട്ടെ, അവർ മനസ്സ് തുറന്ന് കരയട്ടെ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം അത്രയേറെ ആ അമ്മയെ ആ മകൻ്റെ മരണം വേദനിപ്പിച്ചു. എൻ്റെ മകനത് താങ്ങാൻ കഴിയില്ല, എൻ്റെ മകനത് താങ്ങാൻ കഴിയില്ല എന്ന് ആ ഉമ്മ പറയുമ്പോൾ ആ തേങ്ങൽ, ആ തേങ്ങലിൻ്റെ അലയടി ഈ കേരളത്തിൽ എത്ര കൊല്ലം കഴിഞ്ഞാലും അത് മായില്ല. അത് മായില്ല. ആ അമ്മയുടെ കണ്ണീരിൻ്റെ ഫലം അത് ഈ പെൺകുട്ടി അനുഭവിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ പെൺകുട്ടിയുടെ പേരിൽ
കേസെടുത്തു എന്നൊക്കെയാണ് അറിയുന്നത്. ശരിക്കും ഇതൊരു ആക്സിഡൻ്റലി നടന്ന കാര്യമാണെങ്കിൽ പോലും ഒരാളുടെ ജീവൻ ഇല്ലാതായ സ്ഥിതിക്ക് ഇതിന് മറ്റൊരിടത്തും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു നിയമ നടപടി ഇതിൻ്റെ പേരിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരാഗ്രഹം. ഇനി ഇതിലൊക്കെ പുറമെ മറ്റൊരു കാര്യം പറയാതെ പോകാൻ വയ്യാത്തത് കൊണ്ടാണ്. അതായത് എടാ, ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുമില്ല, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുമില്ല. ആ പുള്ളിക്കാരൻ ഒരല്പമെങ്കിലും വൈകിച്ചിരുന്നു എങ്കിൽ, ഈ തീരുമാനമെടുക്കാൻ കുറച്ച് വൈകിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇയാളുടെ ഭാഗത്തെ നീതി ഈ ലോകം സംസാരിക്കുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ പുള്ളിക്കാരൻ അതിവേഗം നീതി തേടി ഓടി എന്നുള്ളതാണ്. ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ ആത്മഹത്യ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് അതൊരു ശരിയായ നടപടിയുമല്ല. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പക്ഷേ ഇനി ഇതുപോലൊരു തീരുമാനമെടുക്കാൻ കാത്തു നിൽക്കുന്ന മഹാന്മാരോട് പറയാനുള്ളത്, ഇത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. ഇത് അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ശരി തന്നെയാണെങ്കിലും ഇവിടെ അയാൾക്ക് അയാളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരാമായിരുന്നു. അയാൾ അതിന് നിൽക്കാതെ വളരെ പെട്ടെന്ന് ഇദ്ദേഹം ഈ സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അനാഥമായി പോയത് അയാളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അയാളുടെ അമ്മ, അച്ഛൻ, അയാളുടെ കുട്ടി ഒക്കെയാണ്. ആ കുഞ്ഞ് ഇനി പിതാവില്ലാതെ ജീവിക്കേണ്ടി ഉണ്ട്. അതുപോലെ ആ വയസ്സായ മാതാപിതാക്കൾ അവരെ നോക്കേണ്ടുന്ന ഏക മകനാണ് എന്നാണ് കേൾക്കുന്നത്. അവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തിയ അവരെ ഒന്നും കുറിച്ച് ചിന്തിക്കാതെ ഈ ഒരു തീരുമാനമെടുത്തത് വളരെ മോശമായി പോയി. ഇനിയും ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാരൊന്ന് ചിന്തിക്കുക. എടാ, ജീവിക്കാൻ പാടൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ എന്ത് പാടാന്നുള്ളത്? നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ നമ്മൾ ആരെയാണ് പേടിക്കുന്നത്? നമ്മളെന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ജീവിക്കാൻ പാടില്ല, മരിക്കാനാണ് നമുക്ക് മനക്കട്ടി വേണ്ടത്. മരിക്കാനെടുത്ത ആ മനക്കട്ടിയുടെ 4/1 മതിയായിരുന്നു അയാൾക്ക് അയാളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരാൻ. അയാൾ മരിക്കാനെടുത്ത ആ ധൈര്യത്തിൻ്റെ 4/1 മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഒരു ഭയങ്കരമായ ഭീരുത്വമാണ് അദ്ദേഹം കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെയും നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിനെ ഇനി ആര് ന്യായീകരിച്ചു കൊണ്ട് വന്നാലും ഈ രണ്ട് കാര്യങ്ങളും, അദ്ദേഹം ഈ ഒരു തീരുമാനമെടുത്തതിന് അദ്ദേഹത്തിനെയും ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു വിഷയം ഒരു കാര്യവുമില്ലാതെ അതുപോലെ ഈ പുള്ളിക്കാരി ഷിഞ്ചിത എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു മെഡിക്കൽ എത്തിക്സ് ഒക്കെ ഉള്ള ഒരാളാണ് എന്നാണ് പറയുന്നത്. ശരിക്ക് സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവരൊരിക്കലും കൊണ്ടുവന്നത് തെരുവിൽ കൊണ്ടുവന്നിട്ടിട്ട് ജനങ്ങൾ തീരുമാനിക്കുക എന്ന് പറയില്ല. ജനങ്ങളെന്ന് പറയുന്നത് ഒരു അതിവേഗ കോടതി പോലെയാണ്. ജനങ്ങൾ അങ്ങോട്ട് വിധിക്കും. ഒരു കാര്യം കാണുമ്പോൾ അതിന് 2 വശങ്ങളാണ്. ഇതിലെ 2 വശങ്ങളിൽ അവർക്ക് നെഗറ്റീവായി വരുന്ന കാര്യങ്ങൾ താങ്ങാനുള്ള ശക്തി അവർക്കുണ്ടാവണമെന്നില്ല. അപ്പോൾ അവരത്തരത്തിൽ തീരുമാനമെടുത്തേക്കും. അപ്പോൾ അത് നേരെ കൊണ്ടുവന്ന് ജനകീയ കോടതിയിലേക്ക്, അല്ലെങ്കിൽ ജനമധ്യത്തിലേക്കല്ല യഥാർത്ഥത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് ഇടേണ്ടിയിരുന്നത്. അത് നിയമപരമായി നേരിടുക എന്നുള്ളതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും തെളിവിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് തെറ്റല്ല. വീഡിയോ എടുക്കാം. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എടുക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ തെളിവിനായി സൂക്ഷിക്കുക. ഇത്തരം പൊതു ജനമധ്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ അതിനെ നിയമപരമായി നേരിടുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ വഴിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ദി സ്പോട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ അവൻ്റെ കുത്തിനെ പിടിച്ചിട്ട് എന്തുവാടാ നീ കാണിക്കുന്നത്, നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഇല്ലാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓൺ ദി സ്പോട്ട് പ്രതികരിക്കുക. നിങ്ങൾക്ക് നിയമത്തിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ വീഡിയോ ഓണാക്കി വെച്ചിട്ട് അവൻ്റെ കുത്തിനെ പിടിച്ചിട്ട് എന്തുവാടെ
എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക. അല്ലാതെ ഇത്തരത്തിൽ രഹസ്യമായി അവർ പോലും അറിയാതെ വീഡിയോ എടുത്ത് പബ്ലിക്കാക്കുന്നത് തെറ്റാണ്. ഇനിയെങ്കിലും ഓൺ ദി സ്പോട്ട് പ്രതികരിക്കുക. ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരുപാട് ഞരമ്പന്മാർ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരിക്കും. ഇനി നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും നൊണ്ടാം, മാന്താം, പിടിക്കാം, ആര് നമ്മളെ ചോദിക്കൂല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന ഞരമ്പൻ ചേട്ടന്മാർക്ക് നിങ്ങളെ വിടാനൊന്നും പോകുന്നില്ല. ഇനി നിങ്ങൾ കയറിയിട്ട് ഇങ്ങനെ കാണിച്ചാലും വീഡിയോ എടുക്കും, വീഡിയോ പബ്ലിക്കാക്കൂല, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കും എന്ന് പറഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മളെ മക്കൾ തയ്യാറാകേണ്ടത്. ഈ ഒരു വിഷയം ഇതോടുകൂടി തീർന്നങ്ങൾ പോട്ടു. പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും ഈ ദീപക്കിനെയും അമ്മയെയും ഷിംജിതേനെയും ഒന്നും മറക്കൂല, ജനങ്ങൾ മറക്കൂല. പിന്നെ അതുപോലെ തന്നെ ഷിംജിതയുടെ ഭർത്താവ് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം പറയുന്നുണ്ട്. നെഗറ്റീവായിരിക്കുന്ന ഒരാൾക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുമ്പോൾ അവരുടെ ശത്രുക്കളോട് നമ്മൾ ചെന്ന് എന്ത് സംസാരിച്ചാലും അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിനോട് ഞാൻ പ്രതികരിക്കുന്നില്ല, അതിൽ കാര്യമില്ല. കാരണം ഇവർ ഡിവോഴ്സാണ്, ഈ ഭർത്താവിന് ഇവരോട് വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരൻ എന്തോ പറഞ്ഞിട്ടുണ്ട് ഇവർ ഗൾഫിൽ പോയതിനെ കുറിച്ചും ഇവരിടുന്ന റീൽസിനെയൊക്കെ കുറിച്ചും. ഒന്നും പറയാനില്ല.